പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏത് സമയവും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. എന്തായാലും ഏപ്രിൽ 3-ാമത്തെ ആഴ്ചയോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. കേരളത്തിലെ 3 മുന്നണികളും സജീവമായിട്ടുള്ള സ്ഥാനാർത്ഥി ചർച്ചകളിൽ ഇടപെട്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയവുമായി ഒരു മുന്നണിയും പുറത്തേക്ക് വന്നിട്ടില്ല. എല്ലാ മുന്നണികളിലും ഇടതുപക്ഷത്തായാലും വലതുപക്ഷത്തായാലും ദേശീയ ജനാധിപത്യ സഖ്യത്തിലായാലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ത്വരിതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ ചർച്ചകൾ പുരോഗമിക്കുന്നതിൻ്റെ ഇടയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് CPM-നകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പൊട്ടിത്തെറികളാണ്. CPM എന്ന് പറഞ്ഞ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളാണ് ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയുടെ വേളയിൽ നമ്മൾ എല്ലാവരും ഉയർന്നു കേൾക്കുന്നത് അത്തരം വിവാദമാണ്. ഇത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു കാര്യമാണ്. കാരണം CPM എന്ന് പറഞ്ഞ പാർട്ടി ഒരു മോണോലിഥിക് ആയിട്ടുള്ള ഒരു ഏകശിലാരൂപമായിട്ടുള്ള ഒരു പാർട്ടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ആ പാർട്ടിയിൽ ആന്തരികമായി എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതൊന്നും തന്നെ തിരഞ്ഞെടുപ്പ് രംഗത്തെ CPM-ൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തെയോ അല്ലെങ്കിൽ അവരുടെ പ്രകടനത്തെയോ ഒന്നും ബാധിക്കുന്നതായി നമ്മൾ കേട്ടിട്ടില്ല. നമുക്കറിയാലോ, കഴിഞ്ഞ എനിക്ക് തോന്നുന്നൊരു 10-20 വർഷത്തിനടുത്ത് നീണ്ടുനിന്ന CPM-നകത്തെ VS പിണറായി വിഭാഗീയത. ഈ VS പിണറായി വിഭാഗീയത കൊടുമ്പിരി കൊണ്ടുനിന്ന സമയത്ത് ആ വിഭാഗീയത സംബന്ധിച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച് ഒരുപാട് വാർത്തകൾ പുറത്തു വരികയും ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ പോലും CPM-നകത്ത് അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് മാറുന്ന ഒരു ഘട്ടത്തിൽ അതെത്തിയില്ല എന്ന് നമ്മൾ ഓർക്കണം. അതിൻ്റെ പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറഞ്ഞാൽ CPM-ൻ്റെ ഏറ്റവും ഉന്നതരായിട്ടുള്ള 2 നേതാക്കന്മാരായിരുന്നു. ഒരു വശത്ത് VS അച്യുതാനന്ദനും ഒരു വശത്ത് പിണറായി. എന്നിട്ട് പോലും ആ വിഷയം 2006 തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പൊട്ടിത്തെറിയിലേക്കോ അല്ലെങ്കിൽ ഒരു വിമത പ്രവർത്തനത്തിലേക്കോ അതൊന്നും മാറിയില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. VS-നെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതിരിക്കാനുള്ള ശ്രമം ഉണ്ടായി. അതൊക്കെ മാറി 2006-ലും ഒറ്റക്കെട്ടായി മത്സരിച്ചു. 2011-ലും 2016-ലും 2021-ലും ഒക്കെ തന്നെ CPM ഒറ്റക്കെട്ടായി മത്സരിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഏറ്റവും വലിയ പ്രതിസന്ധി CPM നേരിട്ടത് 2006-ലാണ് എന്ന് നമുക്കറിയാം. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലൊന്നും CPM-നകത്ത് ആന്തരികമായിട്ടുള്ള പ്രശ്നങ്ങൾ പുറമേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്ന എന്താ സുഹൃത്തുക്കളെ? പതിവിന് വിരുദ്ധമായി ഈ ഏകശിലാരൂപമായിട്ടുള്ള ഈ പാർട്ടിയിൽ പരസ്യമായി തന്നെ വിള്ളലുകൾ പ്രത്യക്ഷപ്പെടുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ വിള്ളൽ യഥാർത്ഥത്തിൽ തുടങ്ങിയത് CPM-ൻ്റെ ചുവന്ന കോട്ട എന്ന് നമ്മൾ അറിയപ്പെടുന്ന കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെയാണ് എന്നുള്ളത് വളരെ പ്രസക്തമാണ്. കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ CPM-ന് സ്വാധീനമുള്ള ഒരു ജില്ല കണ്ണൂരാണ്. CPM-ന് ഉറച്ച മണ്ഡലങ്ങളുള്ള ജില്ല കണ്ണൂരാണ്. ഇടത് ജയിച്ചാലും വലത് ജയിച്ചാലും വമ്പൻ ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന ഒരു 3-4 മണ്ഡലങ്ങളെങ്കിലും 4-5 മണ്ഡലങ്ങളെങ്കിലും കണ്ണൂർ ജില്ലയിലുള്ളതായിട്ട് നമുക്കറിയാം. എന്നാൽ പതിവിൽ നിന്നും വിരുദ്ധമായി ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെയാണ് പരസ്യമായി CPM-നകത്ത് ഈ പൊട്ടിത്തെറികൾ അല്ലെങ്കിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളതാണ്. കണ്ണൂർ ജില്ലയിൽ CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന V കുഞ്ഞികൃഷ്ണൻ ഉയർത്തിവിട്ട ഒരു കൊടുങ്കാറ്റ് ഒരുപക്ഷെ പയ്യന്നൂർ മണ്ഡലത്തിൽ അല്ലെങ്കിൽ CPM-ൻ്റെ ഉറച്ച കോട്ടയായ പയ്യന്നൂർ മണ്ഡലത്തിൽ V കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുന്ന നിലയിലേക്ക് പോലും അത് എത്തിച്ചേരുമോ എന്നുള്ള നിലയിലേക്ക് കണ്ണൂർ ജില്ലയിൽ ഒരു പൊട്ടിത്തെറി സംജാതമായി. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ പാലക്കാട് നൂറുകണക്കിന് CPM വിട്ടവരുടെ ഒരു വലിയ വിമത കൺവെൻഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. PK ശശി എന്ന് പറയുന്ന CPM-ൻ്റെ ഒരു പാലക്കാട് ജില്ലയിലെ ഒരു ഉന്നത നേതാവിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ വിമത കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് സമാനമായി നമ്മൾ കണ്ടത് എന്താണ്? നമ്മൾ സമാനമായി കണ്ടത് ആലപ്പുഴ ജില്ലയിൽ കേരളത്തിലെ CPM-ൻ്റെ തന്നെ സമുന്നത നേതാക്കളിൽ ഒരാളായിട്ടുള്ള ശ്രീമാൻ G സുധാകരൻ
പാർട്ടി അംഗത്വം പുതുക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു. അതിന് സമാനമായി നമ്മൾ വേറെ കണ്ടത് എന്താണ്? നമ്മൾ വേറെ കണ്ടത് CPM-ൻ്റെ കൊട്ടാരക്കര MLA ആയിരുന്ന ഐഷ പോറ്റി CPM വിട്ട് അവർ കോൺഗ്രസുമായി ചേരുന്നത് നമ്മൾ കണ്ടു. PS അച്യുതാനന്ദനോടൊപ്പം ദീർഘകാലം പ്രവർത്തിച്ച സുരേഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ PA മലമ്പുഴയിൽ മത്സരിക്കാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. അതുപോലെ തന്നെ CPM-ൻ്റെ പ്രതിനിധികളായി മാധ്യമങ്ങളിൽ, ദൃശ്യമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന റെജി ലൂക്കോസ് CPM വിട്ട് BJP-യിലേക്ക് പോകുന്നു. മറ്റൊരു ഇടതുപക്ഷ നിരീക്ഷകനായിരുന്ന BN ഹസ്കർ, അദ്ദേഹം CPM വിട്ട് RSP-യിലേക്ക് പോകുന്നു നമ്മൾ കാണുന്നു. ദീർഘകാലം CPM-ൻ്റെ കണ്ണൂരിൽ നിന്നുള്ള ദേവികുളത്തു നിന്നുള്ള MLA ആയിരുന്ന S രാജേന്ദ്രൻ CPM വിട്ട് BJP-യിലേക്ക് ചേരുന്നത് നമ്മൾ കാണുന്നു. വൈക്കത്ത് CPI-യുടെ MLA ആയിരുന്ന K അജിത്ത്, രണ്ടു തവണ MLA ആയിരുന്ന K അജിത്ത് CPM വിട്ട് BJP-യിലേക്ക് ചേരുന്നത് കാണുന്നു. അപ്പോൾ ഇത്തരത്തിൽ പതിവിൽ നിന്നും വിരുദ്ധമായി ഈ തെരഞ്ഞെടുപ്പിൽ CPM എന്ന് പറഞ്ഞ മോണോലിഥിക് ആയിട്ടുള്ള ആ പാർട്ടിയിൽ വലിയ വിള്ളലുകൾ ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നു. പരസ്യമായിട്ട് ഉള്ള ഒരു വിമത പ്രവർത്തനങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ എനിക്ക് ഇന്ന് എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനുള്ളത്, ഈ വിമത പ്രവർത്തനങ്ങൾക്ക് ഒരു ഐക്യരൂപം വരുമോ? ഈ വിമതന്മാരെല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരൊരു ഒരു വിശാലമായിട്ടുള്ള ഒരു വേദിയിലേക്ക്, ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അവർ വരുമോ? വന്നാൽ അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ്, അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, എനിക്കിപ്പോൾ പ്രഥമ ദൃഷ്ട്യ അല്ലെങ്കിൽ പ്രാഥമികമായി, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പ്രൈമ ഫേസി എനിക്ക് വിലയിരുത്താനുള്ളത്, അതിനുള്ളൊരു സാധ്യത വളരെ വലുതാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ, കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞാൽ, CPM-നകത്തുള്ള VS-നെ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന, VS-നെ നേതാവായി കാണുന്ന, VS-ൻ്റെ പ്രത്യയശാസ്ത്രത്തിലും രാഷ്ട്രീയത്തിലും വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് അണികൾ CPM-ൻ്റെ അടിത്തട്ടിലുണ്ട്. അവരെല്ലാവരും ഈ പിണറായി വിജയൻ്റെ ഈ ഒരു ഏകാധിപത്യ ഭരണം കൊണ്ട് അവരെല്ലാവരും ആ ചവിട്ടും തൊഴിയും കൊണ്ട് ഈ അടിത്തട്ടിൽ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി കഴിയുകയായിരുന്നു. അവർ രംഗത്തേക്ക് വരുമോ? അതിനുള്ള സാധ്യതയുണ്ടോ? അവർ രംഗത്തേക്ക് വരുന്നതിൻ്റെ ഭാഗമായി ഈ വിമത പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കപ്പെടുമോ? ഇതാണ് ഇന്നെനിക്ക് ചർച്ച ചെയ്യുന്നത്. അതിനുള്ള സാധ്യതകൾ വളരെ വലുതാണ് എന്ന് ഞാൻ പ്രാഥമികമായി വിലയിരുത്താൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഈ താഴെത്തട്ടിൽ അസ്വസ്ഥരായി അടങ്ങി ഒതുങ്ങി ഈ ജീവിച്ചു കൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് അണികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഒന്ന് ഏകോപിപ്പിക്കാൻ, അവരെ ഒന്നാക്കാൻ, അവരെ ധ്രുവീകരിക്കാൻ ഒരു നേതാവിൻ്റെ അഭാവം സംസ്ഥാന തലത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവരുടെ ഇടയിൽ നിന്ന് സംഘടിതമായ നീക്കങ്ങൾ ഉണ്ടാവാതിരുന്നത് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ആ ഒരു ഇടം അവിടെ കളം പിടിക്കാൻ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഇപ്പോൾ CPM-ൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന G സുധാകരന് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ മാത്രമല്ല, കേരളത്തിലെ തന്നെ CPM-ന് എന്നുള്ളതിൽ വെച്ച് ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള, 63 വർഷക്കാലത്തെ പാർട്ടി അംഗത്വമുള്ള, 43 വർഷക്കാലം സംസ്ഥാന സമിതിയിൽ പ്രവർത്തിച്ച, 4 പ്രാവശ്യം MLA ആയ, 2 തവണ മന്ത്രിയായിരുന്ന, അതിലുപരി അഴിമതി വിരുദ്ധനായ, ഒരു ആരോപണം പോലും കേൾപ്പിക്കാത്ത, പ്രത്യയശാസ്ത്ര ശുദ്ധിയുള്ള ഒരു നേതാവെന്നുള്ള നിലയിൽ കേരളത്തിലെ CPM-നകത്തുള്ള VS പക്ഷക്കാരെയും VS-ൻ്റെ അണികളെയും കേരളത്തിലെ പല ജില്ലകളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വിമത പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ച് ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു നേതാവ് G സുധാകരനിലൂടെ ഉദയം ചെയ്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ CPM വിമതരുടെ ഒരു പൊതുവേദി ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം G സുധാകരന് പയ്യന്നൂരുള്ള വിമതരെയും, പാലക്കാട് ഉള്ള വിമതരെയും, ആലപ്പുഴയിലുള്ള വിമതരെയും, കൊല്ലത്തുള്ള വിമതരെയും, മറ്റ് ജില്ലകളിലൊക്കെ ഉള്ള വിമതരെയും എല്ലാം ഏകോപിപ്പിക്കാൻ കഴിയുന്ന നേതൃഗുണവും നേതൃപാഠവുമുള്ള ഒരു നേതാവാണ് G സുധാകരൻ. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിൽ മാത്രമല്ല പ്രശ്നം, കണ്ണൂർ ജില്ലയിൽ അഡപടലം പ്രശ്നമാണ്, തളിപ്പറമ്പിൽ പ്രശ്നമാണ്, തലശ്ശേരിയിൽ പ്രശ്നമാണ്, മട്ടന്നൂരിൽ പ്രശ്നമാണ്, പയ്യന്നൂരിൽ പ്രശ്നമാണ്. അവിടെ എല്ലാം പ്രശ്നങ്ങളുണ്ട്. അവിടെയൊക്കെ തന്നെ അണികൾ CPM-ൻ്റെ ഔദ്യോഗിക നേതൃത്വത്തിനെതിരായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് ആ വിമതരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ആവേശം നൽകുന്ന ഒരു കാര്യമാണ് സുധാകരൻ പാർട്ടി വിട്ട തീരുമാനം. കോഴിക്കോട് പ്രശ്നങ്ങളുണ്ട്.
കോഴിക്കോട് പിണറായി വിജയൻ തന്നെ മരുമകൻ മുഹമ്മദ് റിയാസിനെ ഉയർത്തിക്കൊണ്ടുവരാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ കോഴിക്കോട് അടിത്തട്ടിൽ പാർട്ടിയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ട്. പാലക്കാട് പ്രശ്നമുണ്ടെന്നുള്ളതിന് തെളിവാണല്ലോ ആയിരക്കണക്കിന് നൂറുകണക്കിന് പാർട്ടി വിമതർ. ഇന്ന് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ വിമത കൺവെൻഷൻ ചേരുന്നത്. മലപ്പുറത്ത് പിന്നെ നമുക്ക് ഊഹിക്കാമല്ലോ. മലപ്പുറത്ത് CPM എന്ന് പറഞ്ഞ പാർട്ടി നേതൃത്വം ഏതാണ്ട് ഛിന്ന ഭിന്നമായി പോയിരിക്കുന്നു. അവിടെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ 33 പേരും മുസ്ലിം ലീഗാണ്. അവിടെ പ്രതിപക്ഷം പോലുമില്ല. അപ്പം മലപ്പുറത്തും വലിയ തോതിലുള്ള അസ്വസ്ഥതകളുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ വലിയ അസ്വസ്ഥതയുണ്ട്. കരുവന്നൂർ ബാങ്ക് കൊള്ളയുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ അസ്വസ്ഥതകൾ തൃശ്ശൂർ ജില്ലയിൽ പാർട്ടി അണികളുടെ ഇടയിലുണ്ട്. എറണാകുളത്ത് നമുക്കറിയാം VS പക്ഷത്തിൻ്റെ ഒരു കോട്ടയായിരുന്നു എറണാകുളം ജില്ല. അവിടെയും എറണാകുളം ജില്ലയിലും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അടിത്തട്ടിലുണ്ട്. ഇടുക്കി ജില്ലയിലും ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. MM മണിക്ക് സീറ്റില്ലാത്തതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അവിടെയും ഒക്കെ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട്. അവിടുത്തെ പാർട്ടി നേതൃത്വം, അവിടെ ശശി എന്ന് പറഞ്ഞൊരു നേതാവിൻ്റെയും CV വർഗീസ് എന്ന് പറഞ്ഞൊരു നേതാവിൻ്റെയും നിലയിൽ വലിയ തോതിലുള്ള ഈ പറഞ്ഞ പോലെ കൊള്ള അവിടുത്തെ CPM നേതൃത്വം നടത്തുന്നതിനെതിരെ അവിടെയും പാർട്ടി അണികളുടെ ഇടയിൽ വലിയ പ്രശ്നമുണ്ട്. കോട്ടയത്ത് പ്രശ്നങ്ങളുണ്ട്, പത്തനംതിട്ടയുണ്ട്, എല്ലാ ജില്ലയിലും. കൊല്ലം ജില്ലയിൽ വലിയ പ്രശ്നമാണുള്ളത്. കൊല്ലം ജില്ലയിൽ ഇത്തവണത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM വലിയ തോതിലാണ് പുറകോട്ട് പോയത്. CPMൻ്റെ 21 സീറ്റാണ് അവിടുത്തെ കൊല്ലം കോർപ്പറേഷനിൽ UDF പിടിച്ചെടുത്തത്. അവിടെ J മേഴ്സിക്കുട്ടിയമ്മ എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ അവിടെ ഇത്തവണ സീറ്റ് പോലും കൊടുത്തിട്ടില്ല. അപ്പോൾ കൊല്ലത്തും പ്രശ്നങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് അതിനേക്കാൾ ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ കടകംപള്ളിയെ പോലെയുള്ള അഴിമതി നേതാക്കന്മാരുടെ ഈ നിലവിട്ടുള്ള പോക്കിനെതിരെ വലിയ തോതിലുള്ള അസ്വസ്ഥതകൾ പാർട്ടി അണികളുടെ ഇടയിലുണ്ട്, അടിത്തട്ടിലുണ്ട്. അവരെല്ലാവരും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് ഏകീകരിക്കാൻ, അവർക്ക് ധ്രുവീകരിക്കാൻ ഒരു നേതാവില്ലായിരുന്നു എന്നുള്ളതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നം. ആ നേതൃത്വത്തിലുണ്ടായിരുന്ന ആ ഒരു സ്പേസിലേക്കാണ് G സുധാകരൻ എന്ന് പറഞ്ഞ നേതാവ് കടന്നു വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിമതരെ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് G സുധാകരൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM വിമതരുടെ ഒരു വിശാല ഒരു വേദി, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം സുരേഷിനെ പോലെ VSൻ്റെ PA ആയിരുന്ന അയാൾ അതിനകത്തേക്ക് വന്നിട്ടുണ്ട്. നാളെ ഒരുപക്ഷെ ജോസഫ് C മാത്യു എന്ന് പറയുന്ന VS അച്യുതാനന്ദൻ്റെ IT അഡ്വൈസർ ഒരുപക്ഷെ അതിനോടൊപ്പം ചേർന്നുകൂടായില്ല. ഒരുപക്ഷെ VSൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായിട്ട് ഞാൻ കണക്കാക്കുന്ന ഞാനൊരു പക്ഷേ അതിൻ്റെ കൂടെ ചേരുന്ന സാധ്യതയും ഒരുപക്ഷെ ചിലപ്പോൾ തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും G സുധാകരൻ്റെ പാർട്ടി വിട്ടുള്ള ഈ ഒരു പോക്ക് കേരളത്തിലെ വിമതർക്ക് വളരെയേറെ ഊർജവും ആവേശവും നൽകുന്ന ഒരു നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഏപ്രിലിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM വിമതരുടെ ഒരു കൂട്ടായ്മ ആ തെരഞ്ഞെടുപ്പിൽ രംഗത്തുണ്ടാവാനുള്ള സാധ്യത വളരെ വലുതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ്.